ഭാരപരിശോധനയ്ക്കായി അടച്ചിട്ട താനൂർ റെയിൽവേ ഓവർ ബ്രിഡ്ജിലെ കാഴ്ചകളാണ് കാണുന്നത്. പാലത്തിൻ്റെ ഭാരപരിശോധനയ്ക്കായിട്ട് പാലം 3 ദിവസത്തേക്ക് അടച്ചിടും എന്ന് കേട്ടപ്പോൾ എന്താണ് ഈ ലോഡ് ടെസ്റ്റ് അല്ലെങ്കിൽ പാലത്തിൻ്റെ ഭാരപരിശോധന എന്ന് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടായിരുന്നു. അത് കാണാനായിട്ട് അതുവഴി വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. പാലത്തിൻ്റെ പണി ഏറെക്കുറെ പൂർത്തിയായപ്പോൾ പാലം താൽക്കാലികമായിട്ട് ഇരുചക്ര വാഹനങ്ങൾക്കും മറ്റും ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്നാൽ പാലത്തിൻ്റെ ഭാരപരിശോധനയ്ക്കായി കഴിഞ്ഞ ദിവസം അഥവാ ഏപ്രിൽ 28-നാണ് 3 ദിവസത്തേക്ക് പാലം താൽക്കാലികമായിട്ട് അടച്ചിട്ടത്. പാലത്തിൻ്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്താനും സാങ്കേതികമായ പരിശോധനകൾക്കും ഭാരപരിശോധനയ്ക്കും വേണ്ടിയാണ് ഏപ്രിൽ 28, 29, 30 ദിവസങ്ങളിൽ പാലം അടച്ചിട്ടത്. ചെറിയ രീതിയിലാണെങ്കിലും താൽക്കാലികമായി പാലം തുറന്നിട്ടത് പ്രദേശവാസികൾക്ക് വളരെയധികം ആശ്വാസമേകിയിരുന്നു. പാലത്തിൻ്റെ ബീമുകൾക്കും പില്ലറുകൾക്കും പറയപ്പെടുന്ന ഭാരം താങ്ങാനുള്ള ശേഷിയുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായി വളരെ ഭാരം കൂടിയ കോൺക്രീറ്റ് ബ്ലോക്കുകൾ അടുക്കി വെച്ച ലോറികൾ ഇവിടെ കാണാൻ പറ്റും. ഈ കോൺക്രീറ്റ് ബ്ലോക്കുകൾ അടുക്കി വെച്ച ലോറികൾ പാലത്തിൻ്റെ ഓരോ കോൺക്രീറ്റ് ബീമിൻ്റെ ബ്ലോക്കുകളിലും മണിക്കൂറുകളോളം നിർത്തിയിട്ട് അത് പാലത്തിൻ്റെ പില്ലറിലും ബീമുകളിലും ഉണ്ടാക്കുന്ന ചെറിയ മാറ്റങ്ങളും ചലനങ്ങളും മെഷീനുകളുടെ സഹായത്താൽ മനസ്സിലാക്കി പാലത്തിൻ്റെ ബലവും ഫിറ്റ്നസ്സും ഉറപ്പുവരുത്തുകയാണ് ചെയ്യപ്പെടുന്നത്. പാലത്തിൻ്റെ അവസാനഘട്ട മിനുക്ക് പണിയായിട്ടുള്ള പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. നിലവിൽ വൈറ്റ് പെയിൻ്റാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ലോറികളിലും വളരെ ഭാരം കൂടിയ 10-ലധികം കോൺക്രീറ്റ് ബ്ലോക്കുകളാണ് അടുക്കി വെച്ചിട്ടുള്ളത്. ടൺ കണക്കിന് ഭാരമുള്ള ഈ കോൺക്രീറ്റ് ബീമുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ക്രെയിനുകളുടെ സഹായത്താലാണ് ലോറികളിലേക്ക് മാറ്റി ഓരോ ബീമിലും ഇവയുടെ ഭാരം കേന്ദ്രീകരിച്ച് ആ ഭാരം പില്ലറുകളിലും പാലത്തിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ് എന്ന് നിരീക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യപ്പെടുന്നത്. വലിയ ഭാരമുള്ള കോൺക്രീറ്റ് ബീമുകൾ അടുക്കി വെച്ച 6ഓളം ലോറികളാണ് ഇതിനായിട്ട് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഈ ഭാരത്തെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ പില്ലറുകളിലും ബീമുകളിലും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി പാലത്തിൻ്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഭാരം കൂടിയ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് പാലം തുറന്നു കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഗതാഗതത്തിനായിട്ട് പാലം തുറന്നു കൊടുക്കാൻ അനുവദിക്കുകയുള്ളൂ. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഭാരപരിശോധനയ്ക്ക് ശേഷം പാലം പൂർണ്ണമായും എല്ലാ വാഹനങ്ങൾക്കും വേണ്ടി തുറന്നു നൽകുമെന്നാണ് അറിയുന്നത്. അതോടെ താനൂരിൻ്റെ കിഴക്കൻ മേഖലയും പടിഞ്ഞാറൻ മേഖലയും തമ്മിലുണ്ടായിരുന്ന അകലം കുറയുകയും റെയിൽവേ ക്രോസിങ്ങിൽ കുടുങ്ങിയും പാലനിർമ്മാണത്തിൻ്റെ പേരിലും വർഷങ്ങളായി പ്രദേശവാസികൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രയാസങ്ങളും ഇതോടുകൂടി അവസാനിക്കുകയാണ്. আগামী